പ്രതിപക്ഷം ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകം. കഴിഞ്ഞ 5 വർഷമാണ് ഇന്ത്യ അന്വേഷിച്ചതും ഈ പ്രതിപക്ഷത്തെ തന്നെയായിരുന്നു. ചോദ്യം ചോദിക്കാൻ സാധാരണക്കാരുടെ ശബ്ദമാവാൻ പല ധാരണകളാൽ പ്രതിപക്ഷം അപ്രസക്തമായിരുന്നു. കാരണം പാർലമെന്റിലെ BJPയുടെ ഭീതിപ്പെടുത്തുന്ന ഭൂരിപക്ഷമായിരുന്നു. പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുത്ത് ബില്ല് പാസാക്കുന്നത് അന്ന് നോക്കി നിൽക്കാനേ പ്രതിപക്ഷത്തിന് കഴിഞ്ഞുള്ളൂ. കഥ മാറി കാലവും. രാഹുൽ ഗാന്ധി നടന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ നഗരങ്ങളിലൂടെ നമ്മുടെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ജൂൺ 4-ന് രാഹുൽ നടന്നു കയറിയത് ജനമനസ്സുകളിലേക്കാണ്. അങ്ങനെ പവർഫുൾ ആയ ഒരു പ്രതിപക്ഷം വന്നു. 40 പോലും തികക്കില്ലെന്ന അമിത്ഷായുടെ വാക്കുകളെ കോൺഗ്രസ് ഇല്ലാതാക്കി. രാഹുൽ 2 ഇടങ്ങളിൽ മത്സരത്തിന് നിന്ന് 2 ഇടങ്ങളിലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. പ്രതിപക്ഷ നേതാവായി ഇനി പാർലമെന്റിൽ ഇരിക്കും ഇനി രാഹുൽ ഗാന്ധി. 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുന്നത്. ഇനി ഏകപക്ഷീയമായി ബില്ലുകൾ നിയമങ്ങൾ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമാവില്ല. ആദ്യം സഖ്യകക്ഷികളെ ബോധ്യപ്പെടുത്തണം. പിന്നെ പ്രതിപക്ഷമുണ്ട്, ഇന്ത്യ സഖ്യമുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഓഹരി കുംഭകോണത്തിലെ പവർഫുൾ പ്രസന്റേഷനിലൂടെ രാഹുൽ ആരും ശ്രദ്ധിക്കാത്തതെല്ലാം ഗുരുതര പ്രശ്നങ്ങളാണെന്ന് കാണിച്ചു തന്നു. ഇനി പാർലമെന്റിൽ ജനാധിപത്യമേ നടക്കൂ.